നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26, 2025 വെള്ളി. അങ്ങനെ ക്രിസ്മസ് അവധിക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനോടൊപ്പം തന്നെ US മാർക്കറ്റും വ്യാപാരത്തിന് വേണ്ടി ഓപ്പൺ ആകും. പ്രധാനപ്പെട്ട യൂറോപ്യൻ മാർക്കറ്റ്സുകളായ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഇന്നും അവധി തുടരുക തന്നെ ചെയ്യും. തിങ്കളാഴ്ചയോടുകൂടിയേ ഈ 3 മാർക്കറ്റുകളും വീണ്ടും വ്യാപാരത്തിനായിട്ട് ഓപ്പൺ ആവുകയുള്ളൂ. കൂടാതെ പുതിയ യാത്രാ നിരക്കുകൾ ഇന്നു മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ പ്രാബല്യത്തിൽ വരും. അങ്ങനെ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി പല കാരണങ്ങൾ മൂലം. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബുധനാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1721.26 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2381.34 കോടി രൂപയ്ക്ക് മാത്രമേ ബൈയിങ്ങും നടത്തുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം 26,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ഡിസംബർ മാസത്തെ ബാങ്ക് ലോണിന്റെ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത് തുടങ്ങിയവയുടെ റിലീസ് ഉണ്ട്. കൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെയും റിലീസ് അതേസമയം തന്നെ നടക്കാനിരിക്കുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെയില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, കൂടാതെ S&P 500-ന് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്യുവാനും സാധിച്ചു. തൽഫലമായി 0.5% നേട്ടത്തോടുകൂടി S&P 500-ന് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ നാസ്ഡാക്കിന് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഡോ ജോൺസ് ഫ്യൂച്ചറും 95 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ 0.25% നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ വിലയിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $62.37 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.50 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില $4,503.75 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും തുടരുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.91 എന്ന നിലയിലും മാക്സ് പെയിൻ 26,150 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വെള്ളിയാഴ്ച നേരിടേണ്ടി വന്ന നേരിയ ഇടിവിനെ തുടർന്ന് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി RSI നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 57.18 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.69 എന്ന നിലയിലും മാക്സ് പെയിൻ 59,300 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ബുധനാഴ്ച നേരിടേണ്ടി വന്ന ഇടിവിന്റെ ഫലമായിട്ട് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ വോളിയം താരതമ്യേന കുറവുമായിരുന്നു. മാത്രമല്ല RSIയും നേരിയ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 59,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ
ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. AVG ലോജിസ്റ്റിക്സ് പ്രധാന വ്യാവസായിക മേഖലകളിൽ LNGയിൽ പ്രവർത്തിക്കുന്ന ഗതാഗത പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിനായി കമ്പനി ബൈദ്യനാഥ് LNGയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുകയുണ്ടായി. ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിംഗപ്പൂർ, കൊറിയ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ ഐനീർ കോർപ്പിന്റെ 29.24% വരുന്ന ഓഹരികൾ 18.6 കോടി രൂപ മുടക്കിക്കൊണ്ട് ഏറ്റെടുക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ഗുജറാത്ത് ഗ്യാസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ശ്രീ മിലിന്ദ് ടൊറവാനെ IAS രാജിവെക്കുകയുണ്ടായി. വോഡഫോൺ ഐഡിയ 2019 സാമ്പത്തിക വർഷത്തേക്കായുള്ള അധിക ലൈസൻസ് ഫീസും സ്പെക്ട്രം ഉപയോഗ ചാർജും ആരോപിച്ച് 79.56 കോടി രൂപ പിഴ ചുമത്തിയെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മുംബൈയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സിൽ നിന്നും ഒരു ഉത്തരവ് ലഭിക്കുകയുണ്ടായി. വിക്രൻ എഞ്ചിനീയറിംഗ് NTPC റിന്യൂവബിൾ എനർജിയിൽ നിന്ന് കമ്പനിക്ക് 459.2 കോടി രൂപയുടെ കരാർ ലഭിക്കുകയുണ്ടായി. അൾട്രാടെക് സിമന്റ് മഹാരാഷ്ട്ര, രാജസ്ഥാൻ യൂണിറ്റുകളിൽ അധിക സിമന്റ് ശേഷി കമ്മീഷൻ ചെയ്തതായി കമ്പനി പ്രഖ്യാപിച്ചു. ഇത് ഉൽപാദനശേഷി 1.8 ദശലക്ഷം ടണ്ണായി ഉയർത്തുകയുണ്ടായി. ഇൻഡുസിൻ ബാങ്കിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രസക്ത വിവരങ്ങൾ തേടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്ന് ഡിസംബർ 23 ഒരു കത്ത് ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.